ഗുഡ് മോർണിംഗ്. അവരൊക്കെ എഴുന്നേറ്റു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു 2 വാക്ക് നിങ്ങളടുത്ത് സംസാരിക്കാമെന്ന്. കാരണം ഇപ്പം എന്നും മോർണിംഗിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതെത്ര പേർക്ക് അത് കാണാൻ ഇഷ്ടമാണ് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് ഇന്ന് വിശേഷം പറയാനുള്ളത് ഇന്നലത്തെ വിശേഷം കേട്ടോ. നമ്മുടെ വേടനുണ്ടല്ലോ, വേടൻ ഇങ്ങോട്ട് ഹൈപ്പായി കയറിപ്പോകുന്നത് കണ്ടില്ലേ? അപ്പം വേടനോടൊത്ത് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഞാനും അങ്ങ് കയറിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇന്നലെ ഏതൊരു ഷോപ്പിൽ പോകുന്ന സമയത്തും 10 പേരെങ്കിലും വന്നിട്ട് ജിസ്ന സലീമല്ലേ എന്ന് ചോദിച്ചു. ഒരു ചേച്ചി ഞങ്ങൾ ലുലുമാളിൽ നിൽക്കുന്ന സമയത്ത് ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് അരുണ് വിചാരിച്ച് എന്നെന്തോ ചെയ്യാൻ വന്നതാണ്. അപ്പം സാരല്ല, വിഷമിക്കരുത്, സങ്കടങ്ങളൊക്കെ മാറും, കയ്യെവിടെ എന്നൊക്കെ ചോദിച്ചു. A to Z കാര്യങ്ങൾ അറിയാവുന്ന ചേച്ചി. അപ്പോൾ അതേപോലെ ഞങ്ങൾ വസ്കാസവ് കേന്ദ്രയിൽ കയറിയപ്പം എല്ലാവരും ഇങ്ങനെ സ്റ്റാഫാണെങ്കിലും ഞാൻ അവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ എന്നെ ഇങ്ങനെ തിരിച്ചറിയില്ല, അത് ഫസ്റ്റ് ടൈമാണ്. സ്റ്റാഫൊക്കെ ജസ്റ്റ് അല്ലേ നീക്കുക, എൻ്റെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിക്കുക, ഞാൻ പോകുന്ന വഴിക്ക് കൂടിയൊക്കെ അത് ജസ്നി അല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പം എനിക്ക് എന്താ പറയാനുള്ളതെന്നറിയോ, എന്നെ ഇത്രത്തോളം ആരും അറിയില്ലായിരുന്നു. മേ ബി ഞാൻ കൊയിലാണ്ടി ആണെന്ന് പോലും ആർക്കും അങ്ങനെ പിടിത്തല്ലായിരുന്നു. എല്ലാവരുടെയും വിചാരം ഞാൻ തൃശ്ശൂർക്കാരിയാണെന്നായിരുന്നു. കാരണം സുരേഷ് ഗോപി ചേട്ടനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ആ ഒരു പരിസരത്തൂടെ നടന്നപ്പോൾ, പിന്നെ ഗുരുവായൂർ എപ്പോഴും കാണുന്നതും ഉണ്ട്. ഓക്കെ, എല്ലാവരെയും വിചാരം ഞാൻ തൃശ്ശൂർക്കാരിയായിരുന്നു എന്നാണ്. അപ്പോൾ ഈ കോഴിക്കോടുകാരിയാണെന്നും കൊയിലാണ്ടിക്കാരിയാണെന്നും ചെറിയ സമയം കൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്, ഈ അടുത്ത കാലത്തൊക്കെ തൊട്ട്. അപ്പോൾ ഈ നെഗറ്റീവാണ് എനിക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കി തരുന്നത്. ആ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വിചാരം അവരങ്ങ് നെഗറ്റീവ് ഉണ്ടാക്കി അങ്ങ് ഹൈപ്പ് ചെയ്തിട്ട് പോയി അതിൽ വരുന്ന 4-5 കമൻറ്റുകളൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും അവർ രക്ഷപ്പെട്ടു, സക്സസ് ആയി എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് അവർ പൊതുവെ പെരുമാറുന്നത്. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ നെഗറ്റീവ് വീഡിയോസ് വരുന്ന സമയത്ത് എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ എന്നോട് പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. മേ ബി അവരും ഒരുപക്ഷെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവാം കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നോട് നേരിട്ട് പോസിറ്റീവായിട്ടാണ് അവർ സംസാരിക്കുന്നത്. പോസിറ്റീവായിട്ട് എന്നെ കാണുമ്പം ആ ഒരു എന്താ പറയുക, സ്വീകരണം തരിക, ആ ഒരു എന്താ നമുക്ക് പറയാൻ പറ്റില്ല, അമ്മാതിരി. പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ ചടപ്പാണ് എൻ്റെ മക്കളുടെ അടുത്ത് നിന്ന് ജസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വരുമ്പം ഇവരൊരു ഉമ്മനെ മനസ്സിലായി. അപ്പോൾ ഇവരുടെ ചിന്താഗതി ഉണ്ടാവും, മക്കൾക്കൊരു ചിന്താഗതി ഉണ്ടാവും ഉമ്മ ആരോ ആണ് എന്നുള്ള. അങ്ങനെ ഒരു വരരുത് എന്നെനിക്ക് ഒരു നിർബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ കണ്ടുപോയി ഞാൻ അത്രേ ഒരു ഇത് എക്സ്പ്രഷൻ കൊടുക്കാറുള്ളൂ. അപ്പം ഞാൻ പറയാം, അതിപ്പം മോളോ മോനോ ചോദിച്ചാൽ അതിപ്പം എന്താ മോനെ, അമ്മ മീഡിയയിലൊക്കെ ഉള്ളതല്ലേ, കണ്ടിട്ടായിരിക്കും എന്നല്ലാതെ നിങ്ങളമ്മ വലിയ ആളാണ് എന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. കാരണം അവർ സാധാരണക്കാരായിട്ട് വളരണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അവളുടെ അമ്മ ഹെയറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു ആളാണ് എന്നുള്ളതിനെക്കാട്ടിലും അവർക്ക് അവരുടെ അമ്മ സാധാരണക്കാരിയായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ്. ഈ നെഗറ്റീവ് ഉണ്ടാക്കി തന്ന ആൾക്കാരോട് ഒരുപാട് നന്ദി. എനിക്കൊരു ഗുരു ഉണ്ട്. ആ ഗുരു എന്നോട് ഫസ്റ്റിൽ എനിക്ക് നെഗറ്റീവ് ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രശസ്തിയും കുപ്രശസ്തിയും ഉണ്ട്, രണ്ടും പ്രശസ്തിയാണ്. നല്ലതിലൂടെയും ഒരാൾക്ക് പ്രശസ്തി നേടാം, മോശത്തിലൂടെയും ഒരാൾക്ക് പ്രശസ്തി നേടാം. അപ്പം നിന്നെക്കുറിച്ച് രണ്ടും ഉണ്ട്, അതുകൊണ്ട് ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. ചിന്തിച്ചിട്ട് നടക്കുകയാണ് ഞാൻ. അതിനെക്കുറിച്ച് ജസ്റ്റ് ഇപ്പോൾ എഴുതിയിട്ട് തരുള്ളൂ, കട്ടിലുമ്പോൾ നീന്നിട്ടില്ല.
അപ്പം എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, മോശം പറയുന്ന ആൾക്കാരുണ്ട്. നല്ലതും പ്രശസ്തി തന്നെയാണ്, മോശവും പ്രശസ്തി തന്നെയാണ്. ഇത്ര മാത്രം കുട്ടിയാൽ മതി. അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നലത്തെ ഒരു ഡേ എന്ന് പറയുക. അപ്പം അതൊന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണമെന്ന് തോന്നി. എല്ലാവരും എഴുന്നേറ്റു, ചായ കുടിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. ഇവിടെ ചായ മേടിക്കാനും ഗുളിക മേടിക്കാനായിട്ട് എൻ്റെ മോൻ പോയിട്ടുണ്ട്. എനിക്ക് തലവേദന എടുക്കുക, എന്തോന്നറിയില്ല. അപ്പം ഇന്ന് ഇക്രയിൽ പോയിട്ട് കാണിക്കണം. എൻ്റെ ഡോക്ടറോടുണ്ട് ഇനി എനിക്ക് ചീത്ത കേൾക്കാൻ ഗൈസ്തുണ്ട് ഈ ഒരു കാര്യത്തിന്. എന്തോ ഇനി പറയാന്ന് എനിക്കറിയില്ല. സുരാജ് പറയും പോലെ ഞാൻ ചെവിയിൽ പഞ്ഞി അങ്ങാൻ വെച്ചിട്ട് പോകണം. എല്ലാ ഡോക്ടർ പോലെയും അല്ല എൻ്റെ ഡോക്ടർ. എൻ്റെ ഡോക്ടർ എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയോ എൻ്റെ അമ്മയോ അങ്ങനെയൊക്കെ ചീത്തറിയും. ആ ഒരു ആളെ മാത്രമേ ഞാൻ അനുസരിക്കലുള്ളൂ കേട്ടോ. പക്ഷേ രാവിലത്തെ ഗുളിക കൊന്നാലും ഞാൻ കുടിക്കുന്നില്ല. അതൊന്ന് രാത്രിയൊക്കെ ആക്കി തരാൻ പറയണം. അതിനിപ്പോൾ എന്തായാലും ചീത്തയേക്കും രാവിലത്തെ ഗുളിക കുടിക്കാത്തതുകൊണ്ട്. ഏതായാലും നിക്കറിൽ പോയിട്ട് ഡോക്ടർ കാണിക്കണു. പൂനൂരൊന്ന് പോകണം, പിന്നെ 1-2 സ്ഥലത്ത് പോകണം, ഒക്കെ പോകണം. അപ്പം അങ്ങനെയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞ് വീണ്ടും സന്ധിക്കും വരെ വണക്കം.